ഇവിടെയൊക്കെ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള വ്യൂ ആ. ലോട്ടറി ഒക്കെ അടിക്കട്ടെ, നമുക്ക് മേടിച്ചിടാ കൊറേ. കിട്ടിപ്പോയി. നേരെ കമ്പം. ഓ, എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം. ഹായ് ഓൾ, നമ്മളങ്ങനെ കമ്പത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മള് വാഗമണ്ണിൽ തുടങ്ങിയതാണ് നമ്മുടെ യാത്ര. ദേ കമ്പം വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഡെസ്റ്റിനേഷൻ ഇതുവരെ എത്തിയിട്ടില്ല. അതിനു മുമ്പ് നമ്മൾ എല്ലാ കാഴ്ചകളും കണ്ട് ഒരു അടിപൊളി എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള ഒരു എന്താ പറയുക റോഡ് ട്രിപ്പാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ മുന്തിരിത്തോട്ടം കാണാൻ പോവാണ്. അതിൻ്റെ ഇടയിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളും കാഴ്ചകളും ഒക്കെയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ പോയി കണ്ടേക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പോണത് മുന്തിരിത്തോട്ടം കാണാനാണ് കമ്പത്തെ. ആ പോണ വഴിയുള്ള ഓരോ സന്തോഷങ്ങളും ഒക്കെയാണ് നിങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പോകുന്ന വഴിക്ക് കുറേ മാങ്ങകൾ ഇട്ട് വിൽക്കുന്ന ഒരു കട കണ്ടപ്പോൾ നമ്മളവിടെ ഇറങ്ങിയാണ്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങാണ് നമ്മുടെ അടുത്ത എപ്പിസോഡ്. ഇത് 100, ഇത് 100, അത് 60, അത് 60, മറ്റേത് 50, ഇത് 50. 100 എന്താ അടിപൊളി ലൊക്കേഷൻ അല്ലേ? ഇത് വേണോ? ഞാൻ പറിച്ചുതരാം. കിട്ടിപ്പോയി. എന്നാ പിടിക്ക്, നീ പിടിച്ചോ. എടി ഞാൻ പറിച്ചുതരാം. എടി കയ്യെത്തുന്നോട് ഞാൻ പറിച്ചുതരാം. അത് ഒടിച്ചാ ഒരു ചീത്ത പറയും. ഹായ് കോഴി. കുട്ടികളൊക്കെ ഇതാണ് നമ്മള് മാങ്ങ മേടിക്കാൻ വേണ്ടി നിർത്തിയ ലൊക്കേഷൻ. ഏതോ ടെമ്പിളൊക്കെ ഉണ്ട്, ഹനുമാൻ ടെമ്പിൾ. ഇത് ഇവിടെ വേറെ ഏതോ ധാരയ്ക്ക് എന്തൊക്കെയാന്ന് നമുക്കറിയില്ല. എന്തെങ്കിലും ഇതാണ് സ്പോട്ട്. സ്ഥലത്തിന്റെ പേരോ ഒന്നും അറിയില്ല. നമ്മൾ കമ്പം തേനി റൂട്ടാണിത്. ഐഷ അവിടെ നിന്ന് പഞ്ചസാരപ്പഴം പറിക്കുക. കുറേ ഉണ്ട് കേട്ടോ, ഒത്തിരി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായി കിടപ്പുണ്ട് സാധനം. മാങ്ങ നല്ല ഫ്രഷ് സാധനം, പല പല ടൈപ്പ് മാങ്ങകൾ കിട്ടണല്ലേ. അശോക്ക് മാങ്ങ വേണോ? ആട്ടെ, ഞങ്ങൾ ഇത്രയും മാങ്ങ മേടിച്ചു ഗൈസ്. മൊത്തം 5 മാങ്ങ 200 രൂപ. ന്യൂസിന് വയറുവേന എടുത്തിരിക്കണം. വയറുവേനണ്ടാ. ഇതാണ് ഞങ്ങളുടെ മാങ്ങക്കട. എന്താ കോഴിക്കുഞ്ഞുങ്ങൾ എന്ത് സുഖമായിട്ടൊരു കുട്ടി കിടന്നുറങ്ങണം നോക്കി. ഞാൻ പിടിച്ചോളാം. ദേ അവിടെ നല്ല ലൊക്കേഷൻ. അവിടെ ഞങ്ങള് ചുമ്മാ നമുക്ക് കാണാത്തയും കേൾക്കാത്തയൊക്കെ സ്ഥലമാണോ, വെറുതെ ഇങ്ങനെ നടന്നു നോക്കാന്ന് വിചാരിച്ചു. അടിപൊളി. ദേ അങ്ങോട്ട് നോക്കിയേ, അവിടെ ആളുകളൊക്കെ കുളിക്കുന്നുണ്ട്. അങ്ങോട്ട് പോയാലോന്ന് വിചാരിച്ചു. നല്ല അതിലേക്ക് ഇറങ്ങി പോണം. കണ്ടോ, നല്ല സ്ഥലം അല്ലേ? കൊറേ നടക്കണോടി. ഇല്ല, എന്തോ കുട്ടികളുടെ ആഗ്രഹം നടത്തി തരാൻ. കേട്ടില്ല. കുട്ടികളുടെ ആഗ്രഹം നടത്തി തരാൻ പോയി വരാല്ലേ. മാങ്ങ തീർന്നു. വണ്ടികൾ കൊറേ നടക്കാണ്ട് അങ്ങോട്ട്. ഫുൾ തെങ്ങിൻ തോപ്പും പിന്നെ ഒക്കെയാണ്. എനിക്കിത് ഇഷ്ടപ്പെട്ടു. നല്ല സ്ഥലം, അടിപൊളി. പക്ഷെ അങ്ങോട്ട് പോവാൻ കൊറേ നടക്കണം അങ്ങോട്ട്. അങ്ങനെ ഒഴുകി പോവത്.
ഓ എന്ത് മനോഹരമായിട്ടുള്ള സ്ഥലം. വാ, വലിക്കല്ലേ, കാട്ടിക്കേ. അങ്ങനെ ഒഴുകി പോവാ അത്. നമ്മളിപ്പോ ദേ ആ പുഴേന്റെ അങ്ങോട്ടാണ് പൈതണ്ട് ഞങ്ങള് നേരത്തെ കാണിച്ച സ്ഥലമില്ലേ, അതിന്റെ അടുത്ത് ഞങ്ങൾ എത്തി. ഓഹോ, ഒട്ടിപൊളി സ്ഥലം. കേറുവാ. അയ്യേ, മണ്ണാ ഇവിടെ. അങ്ങോട്ട് നടക്കായി. ഇനി നടക്കണ്ട, ഇത്രേ ഉള്ളൂ. ഫുൾ ചെന്തെങ്ങിന്റെ ആണ് മുഴുവനും. ചെന്തെങ്ങ്, ആ തന്നെ ചെന്തെങ്ങ്. ഞാനൊരു സ്പേസ് എല്ലാത്തിന്റെ മണ്ടയില് ഈ ചെന്തെങ്ങിന്റെ ആ ഒരു കളറിലുള്ള തേങ്ങയാണ് കാണുന്നത്. അപ്പൊ ഇത് ചെന്തെങ്ങ് തന്നെയല്ലേ. ഹൂ, ഒന്നും പറയാനില്ല. സ്ഥലം കാണാം. ഓ, അങ്ങ് അറ്റത്തൊരു കുഞ്ഞ് വീട് കാണുന്നുണ്ട്. വീട് തന്നെയാണോന്നറിയില്ല. പശു, അരുവി, ഡാമിന്ന് വരുന്ന വെള്ളമെന്ന് തോന്നുന്നത് അല്ലേ. കുളിച്ചോണ്ടിരുന്നവരൊക്കെ ഇത് അവിടെ ഉണ്ട്. ഒരുപാട് സൂം ചെയ്യണില്ല, കുളിസീൻ എടുക്കുകയെന്ന് വിചാരിക്കും അവര്. നല്ല ലൊക്കേഷൻ. നമ്മൾ ആ മാങ്ങ മേടിക്കാൻ വേണ്ടി നിന്നില്ലേ, അതിൻ്റെ ആ ടെമ്പിളിൻ്റെ ഇതാ കാണുന്നത്. ഹനുമാൻ. ഇതൊക്കെ സ്പോട്ട് ഏതാണെന്നോ ഈ സ്ഥലത്തിൻ്റെ പറ്റി ഒരു വിവരവും നമുക്ക് അറിയാൻ പാടില്ല. പക്ഷേ അങ്ങ് ഇഷ്ടപ്പെട്ടു, നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാൻ. ഐഷ മതി, ഇങ്ങ് പോര്. ഐഷ ഇങ്ങ് പോര്. അവൾക്ക് ഈ സ്ഥലം ഭയങ്കര ഇഷ്ടമായി. ഇങ്ങ് നടക്കാൻ പറ്റും, അടിപൊളി. നല്ല കാറ്റും ഉണ്ട് കേട്ടാ, നല്ല കാറ്റും. ഇതെന്താ സാധനം എന്നറിയില്ല, ഇവിടെ മുഴുവനുണ്ട് ഇത്. ഇതിങ്ങനെ കൂട്ടായിട്ട് നിൽക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേ കണ്ട, ഇതിൻ്റെ ഒന്നും പേര് എനിക്കറിയില്ല. ഇവിടെ ഫുള്ള് അത് തന്നെയാ. ഐഷ വരണില്ല അവള്. ഇതുണ്ട, ഈ തേങ്ങിനൊന്നും ഹൈറ്റ് ഇല്ല, പക്ഷെ ഇതിൻ്റെയൊക്കെ കണ്ട തേങ്ങ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ, ചെന്തെങ്ങിൻ്റെ തന്നെയല്ലേ ഇത്. ആണെങ്കിൽ പറയട്ടെ, എനിക്കറിയില്ല ഇതൊന്നും. വാവ്, കണ്ടിട്ടൊന്ന് ഇറങ്ങാനൊക്കെ തോന്നുന്നുണ്ട്. പക്ഷെ നമ്മളൊരു പോണ വഴി ആയതുകൊണ്ട് ഇതൊന്നും നടക്കൂല. ഐഷ പോയ പോലെ തിരിച്ചിങ്ങോട്ട് തന്നെ ഉണ്ട്. ഐഷ ഇതേപോലെ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇറങ്ങി നടക്കാനും ഒക്കെ. എന്തായാലും നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഒട്ടും പ്രതീക്ഷിക്കാതെ നിർത്തിയതാണ് മാങ്ങ കണ്ടപ്പോൾ മേടിക്കാൻ. എന്തായാലും വേസ്റ്റ് ആയില്ല. കണ്ണിന് അത്രയും നല്ല കുളിർമ കിട്ടുന്ന എന്നൊക്കെ പറയണ പോലത്തെ നല്ല സ്ഥലം. പശു ഒന്ന് പുല്ലിങ്ങനെ നോക്കിയേ, നല്ല അടിപൊളി. പോവാ ഐഷ, ഇഷ്ടായ സ്ഥലം? ഇറങ്ങാനാ? അത് നമുക്ക് ഇറങ്ങാൻ പറ്റൂല അങ്ങോട്ട്. ആ, ഇതിലിറങ്ങാനൊന്നും പറ്റില്ല. ഇത് അപ്പുറ സൈഡ് കണ്ടതാ, അവരുടെ വീട് അതാന്ന് തോന്നുന്നു. ആ വീട്ടിൽ നിന്നുള്ള ആളുകളാന്ന് തോന്നുന്നു ഇത്. പിന്നെ അപ്പുറേ കൂടിയൊക്കെ വഴിയുള്ളൂ. സംഭവം ഒരുപാട് ആഴമുള്ള സ്ഥലമല്ല, ഒഴുക്കുണ്ട്, പക്ഷെ ആഴമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണേ. തിരിച്ചു പോവാണ് ഗൈസ്. കുറച്ചു നേരം ഇവിടെയൊക്കെ നിന്ന് പ്രകൃതി ആസ്വദിച്ച് കുറേ നേരം നിന്നിട്ട് അങ്ങോട്ട് അങ്ങോട്ടൊന്നും പോകണ്ട, അത് വേറെ. നമുക്ക് ഇത്രയും വന്നില്ലേ, വേണ്ട. ഞങ്ങൾ തിരിച്ചിന് വണ്ടിയിലേക്ക് തന്നെ പോകണം. ഏതാ സ്ഥലമെന്നോ നാടെന്നോ ഒന്നും അറിയില്ല. പക്ഷേ നല്ല ശാന്തമായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലം. ഇഷ്ടപ്പെട്ടു നന്നായിട്ട്. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരുമോ എന്നറിയില്ല. നല്ല ഉറുമ്പ്. അതെ, വാപ്പി വിളിക്കണം. ഹൈവേ ആണ്. അതിൽ കൂടെ നമ്മൾ പോയപ്പോഴാണ് ഈ ഒരു സ്പോട്ട് കണ്ടത്, ഈ അരുവിയും ഒക്കെ. ആ, വാപ്പിയുണ്ട്. എവിടെ വാപ്പി? എവിടെ? ആ, ദേന ഞങ്ങളുടെ വാപ്പി.
അങ്ങോട്ടേക്കൊക്കെ കുറേ വീടുകളും ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കുറേ ഇല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക്. ഇത് തമിഴ്നാടാണ്. ഇഷ്ടംപോലെ കാളേനെയൊക്കെ, അവിടെ ഒരു കാളേനെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പോവാണേ. ഇതാ ഇതാ ആ, ഇത് മുഴുവനും വാഴത്തോട്ടം. നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങോട്ട് കയറി വന്നതേ. ഇവിടെയൊക്കെ തെങ്ങ്, ഇതൊക്കെ വാഴ, വാഴപ്പഴം. എവിടെ? ദേ ചിങ്ങമ്പഴം. അവിടെ ആ വെള്ളം വീണ സൗണ്ടൊക്കെ ഇങ്ങോട്ട് നല്ലോണം കേൾക്കാം. പാലയാണിത്, പാലേന്റെ സ്മെല്ല്. പാലയല്ല, പാലാണോന്ന് അറിയില്ല. എന്തായാലും പാലപ്പൂവിന്റെ സ്മെല്ല്. പാലപ്പൂവിന്റെ സ്മെല്ല്. ആ, ഞങ്ങളുടെ ഒരു ആഗ്രഹമാണ് ഇതുപോലത്തെ ഒരു സ്ഥലത്ത് കുറച്ച് സ്ഥലവും കൃഷിയും ഒക്കെ ആയിട്ട് വേണമെന്ന്. ലോട്ടറി ഒക്കെ അടിക്കട്ടെ, നമുക്ക് മേടിച്ചിടാം. കുറെ ഏക്കർ കണക്കിന് സ്ഥലമൊക്കെ മേടിച്ചിടാം. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് പോവാണേ. നമ്മള് ഇതിൽ കൂടെയാണ് അങ്ങ് പോയത്. അവിടെയാണ് നമ്മൾ ആ സ്ഥലങ്ങളൊക്കെ കണ്ടത്. നമ്മളിവിടെ ഒരു കുട്ടി കിടന്നുറങ്ങണം. നോക്ക്, ഇത് സമാധാനം. ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല അവർക്ക്. നമ്മൾ പോവാണ് ഇവിടുന്ന്. ഇന്നൂസ്മോൻ കിടന്നുറങ്ങി. ഓക്കെ, ഇനി നേരെ കമ്പം, മുന്തിരിത്തോട്ടം. ഇവിടെയൊക്കെ എങ്ങോട്ട് നോക്കിയാലും നല്ല ഭംഗിയുള്ള വ്യൂ ആണ്. ഇല്ല അതെ. അങ്ങനെ അവിടുത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളുടെ യാത്ര പിന്നെയും തുടരുകയാണ് കേട്ടോ. നമ്മുടെ ലക്ഷ്യം ഇതുവരെ എത്തിയിട്ടില്ല. മുന്തിരിത്തോട്ടമാണ് നമ്മൾ അന്വേഷിച്ച് നടക്കുന്നത്, ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് നിർത്തുവാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ അറിയാം.